കാരണം തിരുവനന്തപുരം കല്ലിയൂർ പുന്നമൂട് സ്കൂളിൽ വിദ്യാർത്ഥിയുടെ പെപ്പർ സ്പ്രേ ആക്രമണം 9 വിദ്യാർത്ഥികൾക്കും അധ്യാപികയ്ക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചൊരു പ്രതികരണം വരുന്നുണ്ട്. ആദ്യം ആ പ്രതികരണം. 12:15 മണിയോ ആയപ്പോഴാണ് കുട്ടികളെ കൊണ്ടുവരാൻ തുടങ്ങിയത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുന്നമൂട് അവിടെ നിന്നുള്ള കുട്ടികളെ ഒരു 6 പേരെയാണ് ഇതുവരെ നമ്മുടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. +1 കുട്ടികളായിരുന്നു. ബാക്കിലിരുന്ന ഒരു കുട്ടി സയൻസ് ബാച്ചിലുള്ളതാണ്. അത് എന്തോ ഒരു സ്പ്രേ പോലത്തെ ഒരു സാധനം അടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ചുമയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് ശ്വാസമുട്ടലും അനുഭവപ്പെട്ടു. അങ്ങനെയാണ് ടീച്ചേഴ്സ് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നത്. ഒരു 12:15 മുതൽ ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് വെച്ചിട്ട് 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളും ഇവിടെ എത്തി. അപ്പോൾ അവർക്ക് നല്ല ശ്വാസമുട്ടലിൻ്റെ ഇതുണ്ടായിരുന്നു. മേഘ്നാവരളി തിരുവനന്തപുരം ചെയ്തു. മേഘ്ന, ബുക്കും ചോറ്റുപാത്രം ജിയോമെട്രി ബോക്സ് വരെയും സ്കൂളിലേക്ക് എത്തിക്കുന്നത് ഓക്കെയാണ്. എന്തിനാണ് ഈ പെപ്പർ സ്പ്രേയുമായി വിദ്യാർത്ഥി സ്കൂളിലേക്ക് എത്തിയത്? എന്തായിരുന്നു ലക്ഷ്യം? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുഹൈൽ, ജനറൽ ആശുപത്രി സൂപ്രണ്ട് ആർ കൃഷ്ണവേണിയുടെ പ്രതികരണമാണ് നമ്മൾ അല്പസമയം മുന്നേ കേട്ടത്. അതനുസരിച്ച് സൂപ്രണ്ട് പറയുന്നത് ഈ ഒരു പെപ്പർ സ്പ്രേ ആക്രമണം തന്നെയായിരുന്നു എന്നുള്ളതാണ്. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് കുട്ടികളുള്ളത്. അവർ 9 വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഒരു അധ്യാപികയുമാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി എത്തിച്ചിട്ടുള്ളത്. ഇതിൽ ഈ ഒരു സ്കൂളിലെ ഇടവേള സമയത്ത്, അത് തിരുവനന്തപുരത്തെ ഒരു സ്കൂളിലെ ഇടവേള സമയത്താണ്. ആ ഇടവേള സമയത്ത് ഒരു പെപ്പർ സ്പ്രേ ആക്രമണം, വിദ്യാർത്ഥികൾ തമ്മിൽ പെപ്പർ സ്പ്രേ ആക്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ സ്കൂളിൽ നിന്നടക്കം പറയുന്നത്. അതിനുശേഷം ഈ ഒരു ശ്വാസതടസ്സം വിദ്യാർത്ഥികൾക്കുണ്ടാകുന്നു. അങ്ങനെയാണ് ജനറൽ ആശുപത്രിയിലേക്ക് വിദ്യാർത്ഥികൾ എത്തിച്ചത്. ഇതിൻ്റെ ഒരു കാരണമായി പറയുന്നത് വിദ്യാർത്ഥികൾ ഒരു വികൃതിയായോ അല്ലെങ്കിൽ ഒരു തമാശയ്ക്കോ പെപ്പർ സ്പ്രേ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഈ അധ്യാപകർ സ്ഥലത്തെത്തുന്നു. അധ്യാപകർക്കും ഈ ഒരു പെപ്പർ സ്പ്രേയുടെ മണം അടിച്ച് ഒരു ദേഹാസ്വസ്ഥം വരികയായിരുന്നു. ഒരു അധ്യാപിക സ്കൂളിൽ വെച്ച് തന്നെ തലകറങ്ങി വീഴുകയും ചെയ്തു. അങ്ങനെ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക്, അത് 3 വിദ്യാർത്ഥികൾക്ക് നല്ല ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ ഓക്സിജൻ മാസ്കിന്റെ അടക്കം സഹായത്തോടു കൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വിദ്യാർത്ഥികളെ മാറ്റുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 9 അധ്യാപകരും അതുപോലെ തന്നെ 9 വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഒരു അധ്യാപികയുമാണ് ചികിത്സയിലുള്ളത്. ഇവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ഇടവേള സമയത്ത് വികൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെപ്പർ സ്പ്രേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അടിച്ചു കളിച്ചു എന്നുള്ളതാണ്. അതിന്റെ ഒരു ഗുരുതര സ്വഭാവം വിദ്യാർത്ഥികൾക്ക് അറിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും +1 വിദ്യാർത്ഥികളാണ്. അവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങാമെന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.